ഉത്തർപ്രദേശിലെ വനപ്രദേശത്ത് നിന്ന് മനുഷ്യരുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ കണ്ടെത്തി രാജ്യാന്തര ശ്രദ്ധ നേടിയ മൗഗ്ലി ഗേൾ അന്തരിച്ചു. 2017 ജനുവരിയിലാണ് ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലുള്ള കടർനിയാഘട്ട് വന്യജീവി സങ്കേതത്തിലെ റോഡിലൂടെ അലഞ്ഞുതിരിയുന്ന നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. 2017 ജനുവരിയിൽ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലെ കാദർനിയാഘട്ട് വന്യജീവി സങ്കേതത്തിലെ മോത്പൂർ ശ്രേണിയിലെ ഒരു റോഡിൽ അലഞ്ഞുതിരിയുന്നത് കണ്ടെത്തിയപ്പോഴാണ് ഹെക്സാസ് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് അവൾക്ക് മനുഷ്യ സമൂഹവുമായി വളരെ പരിമിതമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ 4 കാലിലായിരുന്നു നടന്നത്. ആളുകളെ ഒഴിവാക്കി, വസ്ത്രം ധരിക്കാൻ വിസമ്മതിച്ചു. നിലവിളികളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ആശയവിനിമയം നടത്തി. മൗഗ്ലി ഗേൾ എന്നാണ് അവൾ അറിയപ്പെട്ടത്. കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവൾ ബഹ്റൈച്ചിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലായിരുന്നു. അവർ അവൾക്ക് പൂജ എന്ന് പേരിട്ടു. പിന്നീട് അവളെ ഹെക്സാസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ലക്നൌവിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെയാണ് അവൾ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. വർഷങ്ങളോളം നീണ്ടുനിന്ന വൈദ്യചികിത്സ, പരിചരണം, പുനരധിവാസം എന്നിവ ഹെക്സാസിനെ ക്രമേണ ആളുകളുമായി പൊരുത്തപ്പെടാൻ സഹായിച്ചു. കാലക്രമേണ അവൾ വസ്ത്രം ധരിക്കാനും പരിചാരകരെ തിരിച്ചറിയാനും വാത്സല്യത്തോടെ പ്രതികരിക്കാനും പഠിച്ചു. കെയർ ടേക്കർ റാണിയുമായി ഹെക്സാസിന് വലിയ അടുപ്പമായിരുന്നു. അമ്മയെന്നാണ് അവൾ അവരെ വിളിച്ചത്. വർഷങ്ങളോളം പുനരധിവാസം നടത്തിയിട്ടും ഹെക്സാസിന്റെ തലച്ചോറ് വളരെയധികം വികസിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇതവൾക്ക് ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉണ്ടാക്കി. ആവർത്തിച്ചുള്ള അപസ്മാരം പിടിപെട്ടതിനാൽ വർഷങ്ങളോളം ചികിത്സയിൽ തുടർന്നു. ഈ മാസം ആദ്യം അസുഖം ബാധിച്ചതിനെ തുടർന്ന് ജൂൺ 8 അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ജൂൺ 11 അവളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ജൂൺ 15 അവളുടെ ആരോഗ്യനില വീണ്ടും വഷളായി. ശ്വാസകോശ രോഗത്തിന്റെ രൂപത്തിൽ മരണം അവളെ തേടിയെത്തി. 18-ാം വയസ്സിലാണ് ഹെക്സാസ് മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.